കീവ് നഗരത്തിലേക്ക് റഷ്യ വീണ്ടും നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോഴത്തെ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ യൂറോപ്യൻ യൂണിയന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഉക്രൈൻ പിന്മാറാൻ സാധ്യതയുണ്ടെന്ന കാര്യവും മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. യൂറോപ്യൻ യൂണിയൻ ഉക്രൈനെ അടങ്ങാൻ അനുവദിക്കുന്നില്ലെന്നും അതിനു പുറമെ ഈ യുദ്ധത്തിൽ റഷ്യയെ തോൽപ്പിക്കാനുള്ള ശ്രമം, റഷ്യയെ നാറ്റോയ്ക്ക് മുൻപിൽ തലകുനിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നു എന്നെല്ലാമാണ് ഇപ്പോൾ റഷ്യ കുറ്റാരോപണം നടത്തുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങളും യുദ്ധഭൂമിയിലുള്ള ചില റിപ്പോർട്ടുകൾ എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇന്നലെ പുലർച്ചെ റഷ്യൻ സമയം 4:30 മുതൽ 5 മണി വരെയുള്ള ഇടവേളയിൽ റഷ്യയിലെ 5 പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ എയർ റെയ്ഡ് അലാറങ്ങൾ മുഴങ്ങി. ബ്രയാൻസ്ക്, കേഴ്സ്, റോസ്റ്റോവ്, ഓരിയോൾ, സിയോഹസോവിനടുത്തുള്ള റഷ്യയുടെ മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെയായി വലിയ ഡ്രോൺ ആക്രമണം ഉക്രൈനിൽ നിന്നും നടന്നു. ഇതുവരെയും 13 ഇടങ്ങളിൽ അതിന്റെ പ്രഭാവം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ 5 പ്രധാനപ്പെട്ട മേഖലകളിൽ ഒട്ടാകെ 3 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ 30-ലധികം ഉക്രൈനിയൻ ഡ്രോണുകളെ റഷ്യ ഡിഫണ്ട് ചെയ്തുവെന്നും വാർത്തകളുണ്ട്. അപ്പോൾ ഉക്രൈൻ തുടർച്ചയായി ഇങ്ങനെ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യൻ മേഖലകളെ ആക്രമിക്കുകയാണ്. അതിനൊരു അവസാനം ഇല്ലേ എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. റഷ്യക്ക് വൻതോതിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം തടയാൻ അവയ്ക്കൊന്നും കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ ഉക്രൈൻ ഒരുപാട് ഡ്രോണുകളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയും അതുപോലെ ഉക്രൈൻ പ്രദേശങ്ങളെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടത്തുന്നുമുണ്ട്. ഇങ്ങനെ ഇരു രാജ്യവും അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു. അപ്പോൾ 50 ഡ്രോണുകളിൽ ഒരു 5 ഡ്രോണെങ്കിലും ഈ പ്രതിരോധം മറികടന്നാൽ വലിയ നാശം വരാൻ സാധ്യതയുണ്ട്. വീഴ്ത്തിയ ഡ്രോണുകൾ നിലത്ത് വീണ് പൊട്ടിത്തെറിച്ചാലും നാശനഷ്ടം ഉണ്ടാകും. ഇത് ഉക്രൈനിലും സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് റഷ്യയിൽ മാത്രം സംഭവിക്കുന്നു എന്നും പറയാനാകില്ല. അതിനുശേഷം റഷ്യ വീണ്ടും ഉക്രൈനിലേക്ക് വലിയൊരു ഡ്രോൺ ആക്രമണം നടത്തി. ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ പ്രതികാരമായിട്ടാണ് റഷ്യ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. റഷ്യ 11 ക്രൂയിസ് മിസൈലുകളും, ഇവയിൽ ഈ K-69 ആണോ K-101 ആണോ എന്നൊന്നും വ്യക്തമല്ല, 6 ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് കീവ്, ഡൊണറ്റ്സ്ക്, ചെർണീവ്, നിപ്രോവോസ്ക്, ഒഡീസ, പോൾട്ടോവ, കീവ് ചേർത്താൽ ആകെ 6 ഇടങ്ങളിൽ വലിയ മിസൈൽ ഡ്രോൺ ആക്രമണം റഷ്യ നടത്തിയിട്ടുണ്ട്. കീവിനെ ആക്രമിക്കുന്നത് റഷ്യ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ 2ാമത്തെ തവണയാണ്. ഇത്രയും ചെറിയ ഇടവേളയിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് 2022 ശേഷം ഇതാദ്യമായാണ്. കീവിൽ ശേഷിച്ചിരിക്കുന്ന എനർജി ഗ്രിഡുകളും ട്രാൻസ്ഫോമർ നെറ്റ്വർക്കുകളും സബ്സ്റ്റേഷനുകളെയും ലക്ഷ്യമിട്ടാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. റഷ്യ നടത്തിയ ഈ ഒരു ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ ഇതുവരെയും 11 പേർ മരിച്ചുവെന്നാണ് സ്ഥിരീകരണം. ഉക്രൈനിൽ ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും വലിയ മരണം സംഭവിച്ച ആക്രമണങ്ങളിൽ ഒന്നായി ഇതിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനുശേഷം റഷ്യ ആക്രമണം നടത്തിയിട്ടില്ല. ഇന്നലെ ഉച്ച മുതൽ തന്നെ റഷ്യൻ ഡ്രോണുകൾ കീവിന് മുകളിലൂടെ പറക്കുന്നതായി ഉക്രൈൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് എവിടെയെന്നറിയണ്ട. ഹംഗേരിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ക്രെംലിൽ എത്തിയിരുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മീഡിയേറ്ററായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഇങ്ങനെ ഒരു സന്ദേശം അവർ നൽകിയിരുന്നു. അതിന് ക്രെംലിൻ നൽകിയ മറുപടി, റഷ്യ എപ്പോഴും സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ്, പക്ഷേ റഷ്യൻ ആവശ്യങ്ങൾ ഉക്രൈൻ അംഗീകരിക്കണം, അങ്ങനെ അംഗീകരിച്ച ഉടൻ ചർച്ചകൾ ആരംഭിക്കാം എന്നാണ്. അതിനാൽ അടുത്ത ഘട്ടമായി ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും ഹംഗേരിയിൽ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്നാണ് പലരും പറയുന്നത്. ഹംഗേരി ഒരു പ്രോ റഷ്യൻ നിലപാട് പുലർത്തുന്ന രാജ്യമാണ്. ട്രംപും അതുപോലെയാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ ഹംഗേരിയിൽ കൂടുമെങ്കിൽ ഈ യുദ്ധം വേഗത്തിൽ അവസാനിക്കാൻ ഒരു അവസരം ഉണ്ടാകും. പക്ഷെ എല്ലാം അത്ര സുലഭമല്ല. ഇതിൽ ഇടപെടുന്നത് യൂറോപ്യൻ യൂണിയൻ തന്നെയാണ്. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഉക്രൈനെ സഹായിക്കണമെന്ന താല്പര്യത്തെക്കാൾ നാളെ ഈ ഒരു പ്രശ്നം തങ്ങളുടെ രാജ്യത്തേക്ക് വ്യാപിക്കുമോ എന്നുള്ളൊരു ഭയമാണ് കൂടുതൽ. ഇന്ന് ഉക്രൈനിൽ നടക്കുന്ന ഈ പ്രശ്നം നാളെ ബാൾട്ടിക് രാജ്യങ്ങളിലേക്കും റൊമാനിയയിലേക്കും മോൾഡോവയിലേക്കും പോളണ്ടിലേക്കും വരാമെന്നൊരു പേടി അവർക്കുണ്ട്. അത് അസാധ്യവുമല്ല. റഷ്യ ഏത് സമയത്തും അങ്ങനെ ചെയ്യാൻ സാധ്യതയുമുണ്ട്. സോവിയറ്റ് യൂണിയനെ പുനഃസ്ഥാപിക്കണമെന്ന ആശയം പുടിന്റെ പ്രസംഗങ്ങളിൽ പലതവണ പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭയം ഒരു പരിധിവരെയും ന്യായമാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഉക്രൈനെ സഹായിക്കുന്നതിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ ഉക്രൈനെ ഒരു പകടികായായി മാറ്റി റഷ്യയെ കൂടുതൽ ദുർബലമാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയാം. ഞാൻ ഈ പറയുന്നതിന് കാരണം യൂറോപ്യൻ യൂണിയൻ സമാധാന ചർച്ചകൾ നടക്കുന്നത് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. കാരണം ഉക്രൈൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധം നിർത്തിയാൽ റഷ്യക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഉക്രൈൻ റഷ്യയുടെ ഗ്യാസ് ഹബ്ബുകളും പെട്രോളിയം റിഫൈനറികളും എനർജി ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ കൂടുതൽ ലക്ഷ്യമിടണമെന്നും അതിലേക്ക് ഉക്രൈനെ തള്ളിവിടുന്നതാണ് യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നത് എന്നുമാണ് ക്രെംലിന്റെ പുതിയ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും തുടർച്ചയായി പുറത്തു വരുന്നതിനിടയിൽ 2025 ജനുവരി 1 മുതൽ നവംബർ മാസം വരെയുള്ള ഡാറ്റ പരിശോധിച്ചാൽ
ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങളിൽ 29 വലിയ ശുദ്ധീകരണശാലകൾ, റിഫൈനറികളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന് ഡാറ്റ കാണിക്കുന്നുണ്ട്. ഇത് റഷ്യക്ക് എത്ര വലിയ ആഘാതം സൃഷ്ടിച്ചുവെന്നറിയണ്ടേ? അവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഉപഭോഗം പോലും പലയിടങ്ങളിൽ നിയന്ത്രിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇങ്ങനെ ഉണ്ടായ റിപ്പോർട്ടുകളുണ്ട്. അത്രയധികം വ്യാപകമായ ആഘാതമാണ് ഇത് റഷ്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് പ്രശ്നം നീങ്ങിയത് എങ്ങനെയെന്ന് അറിയണ്ടേ? റഷ്യയുടെ എനർജി ഗ്രിഡുകൾക്കെതിരായ ആക്രമണങ്ങളും സാധാരണ ജനങ്ങളിൽ എത്തുന്ന ആഘാതങ്ങളും ഇതിനോടകം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം റഷ്യ പരിഗണിച്ചാൽ നിയമപരമായി വലിയ തിരിച്ചടി അവർക്ക് നൽകാൻ കഴിയും. അതിൽ ആണവ പ്രതികരണത്തിന്റെ സാധ്യതയും റഷ്യൻ നിയമത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആണവായുധ ബട്ടൺ ഒരിക്കലും റഷ്യ അമർത്തില്ല. ആ വഴിക്ക് അവർ പോകില്ല എന്ന വിശ്വാസത്തിലാണ് ഉക്രൈൻ ഇപ്പോഴും പ്രൊവോക്കേഷൻ തുടരുന്നത് എന്നാണ് ക്രെംലിൻ അവരുടെ ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. അങ്ങനെ ഈ ന്യൂക്ലിയർ എന്ന വാക്ക് വീണ്ടും ഉയർന്നു വരുന്നത് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമോ, അല്ലെങ്കിൽ അടുത്ത അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ് സൃഷ്ടിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ യുദ്ധം നിർത്താൻ സാധിക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രമാണ്. കാരണം യൂറോപ്പിലെ ഒരു രാജ്യവും ഈ യുദ്ധത്തിൽ ഉക്രൈൻ തോൽക്കുന്നത് ആഗ്രഹിക്കുന്നില്ല. അത് അവരുടെ മാനബഹുമതി പ്രശ്നത്തെ ബാധിക്കും. എങ്ങനെയായാലും റഷ്യയെ തോൽപ്പിക്കണം, റഷ്യ അടിഞ്ഞു വീഴണം. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് അവരെങ്ങനെ മറികടക്കാൻ പോകുന്നു എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം. ഈ ട്രംപ് സാർ മനസ്സ് വെച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.